വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ് കേരള സിലബസിൻ്റെ മാത്സിൻ്റെ 1, 2, 3 ചാപ്റ്റർ. ചെറിയൊരു റിവിഷൻ മാത്രമാവും. നിങ്ങൾ എന്തായാലും മൊത്തം 3 ചാപ്റ്ററും കൂടെ ഒറ്റയടിക്ക് നമുക്ക് റിവിഷൻ നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെറിയ ഒരു റിവിഷൻ കേട്ടോ, കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ മാത്രം. 1, 2, 3 ചാപ്റ്ററിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഇട്ടതാണ്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി എന്ന് പറഞ്ഞതുകൊണ്ടാവും ഞാൻ ഈ ലിങ്ക് ഇടാമെന്ന് പറഞ്ഞത്. കാരണം ഇപ്പോൾ എല്ലാവർക്കും മോഡൽ പരീക്ഷയും മന്ത്ലി ടെസ്റ്റും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ എന്താണ്? സമാന്തര വരകളാണ് അല്ലേ. സമാന്തര വരകൾ, അതായത് പാരലൽ ലൈൻസിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് കണക്കിലോട്ട് കയറാം. നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ പ്രത്യേകത ഇതൊരു പാരലൽ ലൈൻസ് ആണല്ലോ. പാരലൽ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു കുഞ്ഞുങ്ങളെ? ഒരു കാരണവശാലും അവരെന്താ കൂട്ടിമുട്ടത്തില്ല എന്നുള്ളതാണ് ആണല്ലോ. നിങ്ങൾ ഈ ഒരൊറ്റ ക്ലൂ ഓർത്ത് വെച്ചാൽ മതി. ഇത് പാരലൽ ലൈൻ ആണെന്ന് നമുക്കറിയാം. അതിനെ നോക്കിക്കേ, മുറിച്ച് ഇൻ്റർസെക്റ്റ് ചെയ്ത് മുറിച്ചുകൊണ്ട് ഒരു ലൈൻ പോയിട്ടുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാ. എന്നാലും നോക്കിക്കേ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഒരു വശം നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിൽ കാണും. ഏതെങ്കിലും ഒരു വശം നോക്കൂ നിങ്ങളെ, ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 110 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റും എത്രയായിരിക്കും? നിങ്ങളൊരു കാര്യം ചെയ്യണം കേട്ടോ. എന്താണെന്നറിയാമോ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നപ്പോൾ നിങ്ങളത് റഫായിട്ട് ഒരു പേപ്പറിലോട്ട് വരച്ച് നോക്കണം കേട്ടോ. വരച്ചിട്ട് നിങ്ങളത് തന്നെ ചെയ്യുക. ചെയ്തിട്ട് ഞാൻ ഈ ചെയ്ത് കഴിഞ്ഞിട്ട് ആൻസർ ശരിയാണോ എന്ന് നോക്കുക. നിങ്ങളുടെ ആൻസർ ശരിയാണെങ്കിൽ നിങ്ങൾ നല്ല മിടുക്കി കുട്ടികളാണ് കേട്ടോ. ഓക്കെ ആണോ? നോക്കിയേ, ഇത് 110 ഡിഗ്രി ആണെങ്കിൽ, അതായത് 110 അല്ലേ, 110 അത്രയും നമുക്ക് പറയേണ്ട. 110 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റും 110 ഡിഗ്രിയാണ്, നമുക്കറിയാം അല്ലേ. ഇനി നോക്കിക്കേ, ഒരു ലൈനെ വരച്ച് മറ്റൊരു രേഖ, അതായത് കുറുകെ ഒരു വര പോയ കണ്ടോ നിങ്ങളെ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ലീനിയർ പെയർ അല്ലേ. ലീനിയർ പെയർ അതിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ എത്രയായിരിക്കും വരുന്നത് കുഞ്ഞുങ്ങളെ? 180 ഡിഗ്രി ആയിരിക്കും ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ് വന്നത്? 110 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? നമുക്ക് 180ൽ നിന്നും 110 പോയാൽ ബാക്കി 70 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്രയാ? 70 ഡിഗ്രി ആയിരിക്കും. അവിടെ 70 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് എത്ര കുഞ്ഞുങ്ങളെ? 70 ആണ്. അപ്പം നമുക്ക് ആ 4 വശവും ഓൾറെഡി കിട്ടി. ഇപ്പം മനസ്സിലായോ? അപ്പോൾ ആ സെയിം തന്നെ ആയിരിക്കും അതിൻ്റെ തൊട്ട്, കാരണം അവർ പാരലൽ ലൈൻ അല്ലേ. അപ്പോൾ അത് തന്നെയായിരിക്കും തൊട്ട് താഴെ. മുകളിൽ നോക്കിക്കേ, 110 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് 70 ഡിഗ്രിയാണ്. ഇൻറ്റീരിയറും കോ എക്സ്റ്റീരിയറും ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ. ഇനി അത് പറഞ്ഞ് സമയം കളയുന്നില്ല കുഞ്ഞുങ്ങളെ. അകത്തുള്ളതാണ് ഇൻറ്റീരിയർ അല്ലേ. അകത്ത് കിടക്കുന്നതാണ്ട് ഈ 4 എണ്ണമാണ് ഇൻറ്റീരിയർ. വെളിയിൽ കിടക്കുന്ന 1, 2, ഇവിടെ 3, 4 ഇതാണ് എക്സ്റ്റീരിയർ. ഇതൊക്കെ നമുക്കറിയാവുന്നതല്ലേ. ഇനി നമ്മൾ എന്താ വെറുതെ പറഞ്ഞ് സമയം കളയണോ? വേണ്ടാലോ. പിന്നെയുണ്ട്, ഈ അകത്ത് കിടക്കുന്ന ഇൻറ്റീരിയർ ആംഗിളുകൾ തങ്ങളിൽ കൂട്ടുമ്പോഴും എത്ര വരണം? 180 വരണം. വരുന്നുണ്ടല്ലോ. 110, 70, 180. 110, 70, 180. അപ്പോൾ ഇവിടെ എത്രയാവും നിങ്ങളെ? വെളിയിലോട്ട് നോക്കിക്കേ, ഇവിടെ എത്ര വരും? ഇവിടെ 70 വരുന്നുണ്ട്. ഇവിടെ 110. ഇത്രയും ഓർത്താൽ മതി. ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇത് ഇത്രയും എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 3 മാർക്ക് 4 മാർക്കൊക്കെ കിട്ടും കേട്ടോ. അത് നല്ലപോലെ എഴുതണേ. ഓക്കെ ആണല്ലോ. നോക്കിക്കേ, അടുത്ത നേരെ ഒരു ലൈനകത്ത് തന്നിരിക്കും. ഇതൊരു പാരലൽ ലൈൻ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. സമാന്തര വരകളാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനെ നോക്കിക്കേ പെർപെൻഡിക്കുലർ ലൈൻ, താഴോട്ട് ലംബമായിട്ട് അല്ലേ ഒരു ലൈൻ പോയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, ഞങ്ങൾക്കറിയാം ടീച്ചർ, നേരെയായി ഇരിക്കുന്നതെങ്കിൽ അത് എത്രയാവും നിങ്ങളെ? 90 ഡിഗ്രിയാണ് അല്ലേ. അറിയത്തില്ലേ? അവിടെ 90 ആണെങ്കിൽ ഇപ്പുറം എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാ? ഇവിടെ നമുക്കറിയാം ലീനിയർ പെയർ അല്ലേ, രേഖീയ ജോഡി എന്ന് പറയുന്നത് എത്രയാണ്? ലീനിയർ പെയർ എത്ര കുഞ്ഞുങ്ങളെ? 180 ആണ് അല്ലേ. ഇവിടെ 90 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 90 ആണ്. ഇവിടെ 90 ആണെങ്കിൽ ഇവിടെ 90 ആണ്. ഇനി ഇവിടെ 90 ആണെങ്കിൽ ഇവിടെ 90 ആണ്. ഇങ്ങനെ നേരെ വരുന്ന കോണുകൾ ഡിഗ്രിയാണ് എല്ലാം കേട്ടോ. മീഡിൽ ഇങ്ങനെ ചെറിയൊരു 0 ഇട്ട് കൊടുക്കണം. അതാണ് ഡിഗ്രി കേട്ടോ. 90 ഡിഗ്രി, ഇവിടെയും 90 ഡിഗ്രി. ഇതെളുപ്പമല്ലേ. അപ്പോൾ ഈ 2 പാഠം ചെയ്യാൻ അറിയാമോ കുഞ്ഞുങ്ങളെ? എന്തുകൊണ്ടാണ് ഇത് 90 വന്നതെന്ന് മനസ്സിലായോ? നേരെ വരച്ചത് കൊണ്ടാണ്. ചെറിയതെങ്കിലും ഒരു ചരിവ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മെഷർ നമുക്ക് തരും. അതേ പിടിച്ചങ്ങ് കീറിക്കണം കേട്ടോ. അറിയാം എന്താ? കാരണം ഒരെണ്ണം കിട്ടിയാൽ മതി, നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ. ഇനി നോക്കിക്കേ, ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആണ്. ഇവിടെ ഒരു 40 ഡിഗ്രിയും ഇവിടെ ഒരു 25 ഡിഗ്രിയും തന്നിട്ടുണ്ട്. എന്തോ ചെയ്യും കുഞ്ഞുങ്ങളെ? നിങ്ങളിത് എന്തോ ചെയ്യും? സത്യം പറ, എന്തോ ചെയ്യും? അറിയത്തില്ലെന്നും പറഞ്ഞ് വിടുവോ?
വിടല്ലേ, എന്തുകൊണ്ടാണെന്ന് പറയട്ടെ. ഇതൊരു റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്തോ കുഞ്ഞുങ്ങളെ, അവിടുത്തെ 4 കോർണറുകൾ നോക്കിക്കേ. ഈ 4 വശവും എത്രയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എത്ര കുഞ്ഞുങ്ങളെ? 90 ഡിഗ്രിയാണ്. എന്തുകൊണ്ടാണ് 90 ഡിഗ്രി വന്നത്? കാരണം 4 വശങ്ങളാണ് അല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇതിൻ്റെ നോക്കിക്കേ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ. ഇതൊക്കെ നമ്മൾ റെക്റ്റാങ്കിളിനെ കുറിച്ച് പഠിച്ചതാണ്. ഇനി അത്രയും സമയം കളയുന്നില്ല, ഇത് പറയുന്നതിൽ ഞാനെല്ലാം പറയുന്നുണ്ടല്ലേ. ഇത് കുഞ്ഞുങ്ങളെ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയാണ് അല്ലേ. ഇവിടെ 90 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 90. ഇവിടെ 90 ആണെങ്കിൽ ഇവിടെയും 90. അതായത് 4 വശവും 90 വെച്ചായിരിക്കും ആണല്ലോ. അപ്പോൾ അവരിവിടെ എത്ര കുഞ്ഞുങ്ങളെ 25 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 90 മൈനസ് 25 ഡിഗ്രി കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതായത് ഇത് എന്താ തന്നിരിക്കുന്നത്? ഒരു റെക്റ്റാങ്കിളാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. ഏതാ തന്നിരിക്കുന്നത്? റെക്റ്റാങ്കിൾ. ആ റെക്റ്റാങ്കിളിൻ്റെ ഒരു വശം നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 25 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വശം എത്ര ആയിരിക്കും കുഞ്ഞുങ്ങളെ? ഒന്ന് പറഞ്ഞേ. 90-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 25 അങ്ങ് കുറയ്ക്കണം. 0-ൽ നിന്നും 5 പോകുമോ? ഇല്ല. നമ്മളിപ്പുറത്തുനിന്ന് കടവെടുത്ത് കുറയ്ക്കാനൊക്കെ അറിയാമോ? 7-ലാണെങ്കിലും കുറയ്ക്കാൻ അറിയാമോ? ഇല്ല. ഇങ്ങോട്ട് കടവെടുത്തു. എന്താ? 10. 10-ൽ നിന്ന് 5 പോയാൽ 5. പിന്നെ ഇവിടെ എത്രയേ ഉള്ളൂ? 8. 8-ൽ നിന്ന് 2 പോയാൽ എത്ര? 6. അപ്പോൾ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 65 ഡിഗ്രി. ഇപ്പം മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങൾ? എന്ത് ചെയ്യും? 65 ഡിഗ്രി കേട്ടോ. ഇത് എന്നിങ്ങനെ 65 വന്നതെന്ന് മനസ്സിലായോ? നമുക്ക് ഏതെങ്കിലും ഒരു വശം, ഒരു സൈഡ് തരും. ഇവിടെ 25 തന്നിട്ടുള്ളൂ, പക്ഷെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് കാണാം. എത്ര? 65. അതെങ്ങനെ 65 കിട്ടിയത്? 90-ൽ നിന്നും 25 അങ്ങ് കുറച്ചപ്പോൾ. അങ്ങനെ ആണെങ്കിൽ നോക്കിക്കേ, ഇവിടെ എത്ര നമുക്ക് തന്നിരിക്കുന്നത്? 40 ആണ്. ഇവിടെ എത്ര നമുക്ക് വരേണ്ടത്? 90 ആണ്. 90-ൽ നിന്നും എത്ര കുറയ്ക്കണം? 40 കുറയ്ക്കണം അല്ലേ. 0-ൽ നിന്നും 0 പോയാൽ 0, 9-ൽ നിന്നും 4 പോയാൽ 5. അപ്പോൾ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 50 ഡിഗ്രി. ഇനി നോക്കിക്കേ, ഇതിനകത്ത് ആരായി? നോക്കിയേ, ഇതിനകത്ത് എന്താണ് ഈ കിടക്കുന്നത്? എന്താ കുഞ്ഞുങ്ങളെ? ഇതിനകത്തൊരു ട്രയാങ്കിളാണ് കിടക്കുന്നത്. ഒരു ത്രികോണം കിടപ്പുണ്ട്. അപ്പോൾ ആ ത്രികോണത്തിൻ്റെ ഈ മൂന്നാമത്തെ വശവും കൂടെ നമുക്ക് വേണ്ടേ? ഒരു ത്രികോണത്തിൻ്റെ വശം എപ്പോഴും എത്രയാണ് കുഞ്ഞുങ്ങളെ? 180 ഡിഗ്രിയാണ്. അപ്പം നമുക്ക് 2 വശം കിട്ടി. എത്ര? 65 കിട്ടി, 50 കിട്ടി. അപ്പോൾ എത്ര? 65 9 105 അല്ലേ. 105-ൻ്റെ കൂടെ എത്ര കൂടെ കൂട്ടിയാലാ? 65 ഡിഗ്രിയും കൂടെ കേട്ടോ. 65. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതായത് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ എപ്പോഴും എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പം നമുക്ക് ഏതാ? 2 വശം ഇപ്പം നമ്മൾ ചെയ്തപ്പോൾ കിട്ടി. സംശയം ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് ചെയ്തോണേ. 65 + 50, 5, 6, 5, 11, 115 നമുക്ക്. ഞാൻ 105 എന്നാണോ 115 എന്നാണോ കുഞ്ഞുങ്ങളെ ഇപ്പോൾ പറഞ്ഞേ? 115 അല്ലേ. 115-ൻ്റെ കൂടെ എത്രയുടെ കൂട്ടിയാലാണ് നമുക്ക് 180 കിട്ടേണ്ടത്? 65 കൂടി. 7, 8, 1 കണ്ടോ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? നമുക്കൊരു ട്രയാങ്കിളും കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ 4 വശവും കിട്ടി, നമുക്ക് അതിനകത്തുള്ളൊരു ട്രയാങ്കിൾ കിട്ടി. മനസ്സിലായല്ലോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത് നോക്കിക്കേ, ഒരു ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞതാ. എന്താ? ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ എത്ര കുഞ്ഞുങ്ങളെ? 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. എന്താ? പേര് ഓൾറെഡി ഉണ്ട്. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് എളുപ്പവഴിയും ചെയ്യാം. എത്ര? 7ഉം 6ഉം എത്ര? 12. 12-ൻ്റെ കൂടെ എത്ര? ഒരു വശം കൂടെ കണ്ടാൽ പോരായോ? എത്ര അത്? 12ഉം 6ഉം ഇവിടെ 60 വരും അല്ലേ. എന്താ? ഒരു ത്രികോണത്തിൻ്റെ മെഷർ എപ്പോഴും എത്ര? 180 ആണെന്ന് നമുക്കറിയാം. അപ്പം 180 നിന്ന് തന്നിരിക്കുന്നത്. പക്ഷെ അതിനൊരു സ്റ്റെപ്പ് എഴുതി ചെയ്യാം നിങ്ങൾ. ഇവിടെ നോക്കിക്കേ, 180 അതായത് ABC, ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്നാണ് പറയുന്നത്. ഇതിൽ നമുക്ക് ഏതാ? ആംഗിൾ A 60 തന്നിട്ടുണ്ട്, ആംഗിൾ B 70 തന്നിട്ടുണ്ട്, ആംഗിൾ C നമുക്ക് തന്നിട്ടില്ല. 180 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. 60ഉം 70ഉം എത്ര? 130 അല്ലേ കുഞ്ഞുങ്ങളെ? 130 അല്ലേ. 6ഉം 6ഉം 12 130. 130 പ്ലസ് ആംഗിൾ C = 180. അതായത് ആംഗിൾ C = 180 മൈനസ് 130 = 50 ഡിഗ്രിയാണ് ഇവിടെ വരുന്നത്. എത്ര? 50 ഡിഗ്രിയാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ കുഞ്ഞുങ്ങളെ? പറഞ്ഞ് ചിലപ്പോൾ സ്പീഡിൽ പറയുമ്പം തെറ്റുന്നുണ്ടോ നോക്കണം. ഞാൻ എഴുതുന്നത് കറക്റ്റാണ്, ചിലപ്പോൾ സ്പീഡിൽ പറയുന്നത് തെറ്റുന്നുണ്ടോ കേട്ടോ. എത്ര കുഞ്ഞുങ്ങളെ? 60ഉം 70ഉമാണ്. അപ്പം മൂന്നാമത്തെ വശം എത്രയായിരിക്കും?
50 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാ? ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ തുക എപ്പോഴും എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇനി അതിന് സംശയമില്ലല്ലോ, ഓക്കെ ആണല്ലോ. 50 കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ നിങ്ങളെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇതും ഒരു പ്രധാനപ്പെട്ട കണക്കാണ്. ഇവിടെ നോക്കിക്കേ, നമുക്ക് എത്രയ്ക്കാണ് കുഞ്ഞുങ്ങളെ എന്നിരിക്കുന്നത്? ഇവിടെ നോക്കിക്കേ, നമ്മൾ ഒറ്റ നോട്ടത്തിൽ അറിയാം ഇത് 2 ട്രയാങ്കിളാണ്. ഇതൊരു വലിയ ട്രയാങ്കിളും ഇതൊരു ചെറിയ ട്രയാങ്കിളും അല്ലേ? ഇവിടെ പക്ഷേ നമുക്ക് 2 എണ്ണം തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? ഇതിനൊക്കെ വേണേൽ പേരൊക്കെ കൊടുത്ത് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 45 ഡിഗ്രി തന്നിട്ടുണ്ട്, 35 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ? 5 5 10, 4 3 7 1 8. അപ്പം നമുക്കിവിടെ എത്ര? 80 ഡിഗ്രി ആയിട്ടുണ്ട്. നമുക്ക് എത്രയാണ് ഒരു ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആവും നിങ്ങളെ? എപ്പോഴും അത് ഓർത്തോണേ, 180 ആണ്. പക്ഷേ ഇവിടെ നമുക്ക് 80 ഉള്ളൂ. അപ്പോൾ മൂന്നാമത്തെ വശം എന്തായിരിക്കും? 100 ആയിരിക്കും. സംശയമില്ലല്ലോ, ഉണ്ടോ? എന്താ 100 വന്നത്? ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ 80 വന്നു. പിന്നെ ഒരു 100ഉം കൂടെ ആയെങ്കിലേ എന്താവത്തുള്ളൂ നിങ്ങളെ? 180 ആവത്തുള്ളൂ. അപ്പോൾ ഈ സെയിം ഇത് തന്നെ ആയിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റും വരുന്നത്. എന്തുകൊണ്ടാ? നോക്കൂ നിങ്ങളെ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ? ഇപ്പം നമ്മൾ ഈ വലിയ വശം വരുന്നല്ലോ, ഞാൻ ഈ കഴിഞ്ഞ ലിങ്കിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ ഈ പേനായുടെ അതായത് അല്ലെങ്കിൽ ഇതാണ്ട് ഈ മാർക്കർ ഉണ്ടല്ലോ, ഈ മാർക്കർ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിൻ്റെ ക്യാപ്പ് വരത്തില്ലേ? ഞാനത് എൻ്റെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു എളുപ്പവഴിയാണ്. ഈ മാർക്കറിൻ്റെ ആണ്ട് ഈ ക്യാപ്പ് വരത്തില്ലേ? ഇപ്പം ഇവിടെ 45. അപ്പം നമ്മൾ ഈ മാർക്കർ എന്താ അതാണ്ട് ഇങ്ങനെ വെക്കുമ്പം ഈ ക്യാപ്പ് ഇവിടെ അല്ലേ വന്നത്? ആണല്ലോ. ക്യാപ്പ് എവിടെ നിങ്ങൾ തന്നെ? ഇപ്പുറത്തെ സൈഡിലല്ലേ? ഇനി നമ്മൾ ഈ മാർക്കർ നേരെ അതുപോലെ എടുത്ത് തിരിച്ച് ഇപ്പുറത്തോട്ട് വെച്ചേ. ഇപ്പുറത്ത് വെക്കുമ്പോഴും അതെന്താ? നേരെ ഓപ്പോസിറ്റ്. അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇവിടെയും 45 ആയിരിക്കും എന്നാ. വല്ലോ മനസ്സിലാവുന്നുണ്ടോ? അതായത് നോക്കിയേ, നേരെ വന്നപ്പോൾ ഈ വശം 40, ഇപ്പുറത്തെ വശം 45 ആണെങ്കിൽ ഇത് നേരെ തിരിച്ച് അങ്ങോട്ട് വെക്കുമ്പോൾ ഇവിടെ 45 ആ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഈ മാർക്കറിൻ്റെ ഈ വശം 35 അല്ലേ? അപ്പം നമ്മൾ ഈ വശം എന്ത് പറയും? ഇവിടെ എന്താ എത്ര ആയിരിക്കും കുഞ്ഞുങ്ങളെ? ഇവിടെയും 35 ആയിരിക്കും. നമ്മുടെ ഇവിടത്തെ അതുപോലെ തന്നെ കിട്ടിയില്ലേ? അപ്പം നമുക്കറിയാം ഇവിടെ എത്രയാ? 100 ഡിഗ്രിയാണ്. സംശയം വല്ലതും ഉണ്ടോ കുഞ്ഞുങ്ങളതിന്? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ ആണോ? ഓക്കെ, നോക്കിക്കേ, മുമ്പ് നമ്മൾ വരച്ചത് അടുത്ത് നോക്ക്, ഓരോ കണക്കും പെട്ടെന്ന് പറയുക. മുമ്പ് നമ്മൾ വരച്ചത് എന്തിൻ്റെ ആയിരുന്നു? ഒരു റെക്റ്റാങ്കിളിൻ്റെ ആയിരുന്നു അല്ലേ? റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്? ചതുരത്തിൻ്റെ ആയിരുന്നു അല്ലേ? ഒരു ചതുരത്തിൻ്റെ വരയ്ക്കുമ്പോൾ നമുക്കറിയാം എന്താ? അതിൻ്റെ 4 വശവും 90 ഡിഗ്രി ആയിരിക്കും. എന്നാൽ ഇത് നോക്കിക്കേ, ഇതൊരു പാരലോഗ്രാമാണ്, സാമാന്തരികമാണ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ നോക്കിക്കേ, എന്താ പ്രത്യേകത? ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അതിൻ്റെ എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 110 അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾ. മറ്റേ നമ്മളെന്താ ഈ 4 കോർണറും 90 വെച്ചായിരുന്നു എടുത്തേ. ഏതെൻ്റെ? റെക്റ്റാങ്കിളിൻ്റെ. അത് മറന്നു പോകല്ലേ, ഞാൻ പറഞ്ഞത് തെറ്റൊന്നുമില്ലല്ലോ കുഞ്ഞുങ്ങളെ. റെക്റ്റാങ്കിളാണ് കേട്ടോ, ചതുരത്തിൻ്റെ. പക്ഷേ ഇത് നോക്കിക്കേ, ഇത് സാമാന്തരികമാണ്. ചതുരമാണോ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാ? ഈ നമ്മുടെ ഒരു റെക്റ്റാങ്കിളിനെ ചരിച്ച് വെക്കുന്നതിനെയാണ് സാമാന്തരികം അല്ലെങ്കിൽ പാരലൽ ലൈൻ എന്ന് പാരലോഗ്രാം അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇവിടെ 110 ആണെങ്കിൽ തിരിഞ്ഞു പോകല്ലേ കുഞ്ഞുങ്ങളെ? നിങ്ങൾക്കെല്ലാം കണ്ട് നേരെ വരയ്ക്കുന്നതാണ് എന്താ? നേരെ ഇരിക്കുകയാണെങ്കിൽ അത് റെക്റ്റാങ്കിൾ ആണ്. ഈ റെക്റ്റാങ്കിളിനെ നമ്മൾ ചരിച്ച് വരയ്ക്കുകയാണെങ്കിൽ, ചരിഞ്ഞിരിക്കത്തില്ലേ? ഈ ചരിഞ്ഞിരിക്കുകയാണെങ്കിൽ അതാണ് പാരലോഗ്രാം. ഇപ്പം മനസ്സിലായോ? ഈ ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വശവും എത്ര കുഞ്ഞുങ്ങളെ? 90 ആയിരിക്കും. ഇതിൻ്റെ 4 വശവും 90 ആയിരിക്കും ആണല്ലോ. എന്നാൽ ഇതിൻ്റെയോ ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇതിന് ഓപ്പോസിറ്റ് ഇതും, ഇതിന് ഓപ്പോസിറ്റ് ഇത്. ഇപ്പോൾ ഇവിടെ 110 അല്ലേ? അപ്പോൾ ഇവിടെ എത്ര വരേണ്ടത്? ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ വരേണ്ടത്? ഇവിടെയും 110 വരേണ്ടത് ആണോ? സംശയം വല്ലതും ഉണ്ടോ? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 110. പക്ഷെ നമുക്കിവിടെ എത്ര? 60 വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ 110 ആവണമെങ്കിൽ ഇനി എത്രയും കൂടി ചെയ്യണം? എത്രയാണ് കുഞ്ഞുങ്ങളെ? 50 കൂടി വരണം അല്ലേ? ആണല്ലോ. സംശയമുണ്ടോ? 50 കൂടി വരുന്നപ്പോൾ അത് ഓക്കെ ആയി. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? എത്രയായി? ഇവിടെ 110 ആണെങ്കിൽ ഇവിടെ എത്ര വന്നത്? 110 തന്നെ വരണം. ഇനി ഇവിടെ 30 തന്നിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഇനി എത്ര വരണം? കാരണം ഇവിടെ എന്താ ഒരു 360 ഡിഗ്രിയാണ് എന്താ ഒരു റെക്റ്റാങ്കിൾ ആയാലും പാരലോഗ്രാം ആണെങ്കിലും അതിൻ്റെ അകത്തെ മെഷർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ 50 വന്നിട്ടുണ്ട് ഇല്ലേ? പിന്നെന്താ 110 ഉണ്ട്. സംശയമുണ്ടോ? 110. പിന്നെ ഇനി എന്താ ഈ വശം എത്രയാണെന്ന് കണ്ടുപിടിക്കണം, ഇവിടെ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? ഇവിടെ 30 ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും എന്നാ? ഇവിടെ 40 ആയിരിക്കും. എന്തുകൊണ്ടാ?
കാരണം ഇവിടെ 110ഉം 110 കൂടെ എത്രയായി നിങ്ങളെ? 110 കൂടെ ആയപ്പോൾ എത്രയായി? 220 നമുക്ക് എത്ര വരേണ്ടത്? 360 വരേണ്ടത് അല്ലേ? 360 220 പോയാൽ ബാക്കി എത്രയാണ്? 140 വരേണ്ടത്. മനസ്സിലായോ? ആ 140ൻ്റെ 30 ഇവിടെ 140ൻ്റെ പകുതിയാണ് എടുക്കേണ്ടത്. വല്ലോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് നോക്കിക്കേ, ഇതിൻ്റെ മൊത്തം മെഷർ എന്ന് പറയുന്നത് 360. മുമ്പ് നമ്മൾ ട്രയാങ്കിളിൻ്റെ പഠിച്ചില്ലേ? ഒരു ട്രയാങ്കിളിൻ്റെ അകത്തെ മെഷർ 180 ആണല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തെ മെഷർ 360 വരേണ്ടത്. അതിൽ നമുക്ക് ഇവിടെ ഒരു 2 വശം നമുക്ക് ഓൾറെഡി കിട്ടി. എങ്ങനെ കിട്ടിയെന്നറിയാമല്ലോ? ഇത് 110 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് 110 ആയിരിക്കണം. പക്ഷേ നമുക്ക് ഇവിടെ 60 മാത്രമേ തന്നിട്ടുള്ളായിരുന്നു. അപ്പം നമുക്ക് 50 കൂടി ഇട്ടപ്പോൾ അവിടെ 110 ഓക്കെ ആക്കി. അപ്പോൾ 2 വശങ്ങൾ കിട്ടി, 110ഉം 220. പക്ഷേ നമുക്ക് എത്ര വരേണ്ടത്? 360 വരണം. ആ 360നെ 2 പേർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം അല്ലേ? 360നെ അല്ല, ബാക്കി വന്ന 220നെ തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം അല്ലേ? അങ്ങനെയല്ല കുഞ്ഞുങ്ങളെ. ഇപ്പം 110ഉം 220 ആയി. മൊത്തം എത്ര? 360. 360ന്ന് ഈ 220 പോയാൽ ബാക്കി 140. അതിന് സംശയമുണ്ടോ? അത്രയൊക്കെയാണോ? 360 മൊത്തം വരേണ്ടത്. പുകഞ്ഞു പോയോ എല്ലാം കൂടെ? കിളി പോയോ കുഞ്ഞുങ്ങളെ? ഞാൻ നോക്കിയേ, പാരലോഗ്രാമിൻ്റെ അകത്തെ മെഷർ 360 360. 360ൽ 2 വശങ്ങൾ തങ്ങളിൽ നമുക്ക് കൂട്ടിയപ്പോൾ 220 കിട്ടി. അപ്പോൾ നമ്മൾ ഈ 360ൽ നിന്നും 220 പോയപ്പോൾ 140 കിട്ടി. ആ 140നെ 2 പേർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 70 വരും. അതിന് സംശയമില്ലല്ലോ. ഇവിടെ എത്ര വരും? 70 വരും. പക്ഷേ ഇവിടെ 30 ഓൾറെഡി ഉള്ളത് കൊണ്ട് നമുക്കൊരു 40 കൂടെ കൊടുക്കാം. അപ്പോൾ അവിടെ 70 ആയില്ലേ? ഇപ്പോൾ പിടികിട്ടിയോ? കുറച്ചെങ്കിലും പിടികിട്ടിയോ നിങ്ങളെ? ഞാൻ പറഞ്ഞത് ഒന്നും കൂടി നിങ്ങളൊന്ന് ബാക്ക് അടിച്ച് കേൾക്ക് കേട്ടോ. കാരണം നമുക്ക് ഇനിയും കണക്കുകൾ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അത്രയും നമ്മുടെ സമയം പോവല്ലേ കുഞ്ഞുങ്ങളെ? അതുകൊണ്ടാണ് കേട്ടോ. ഇനി നോക്കിക്കേ, ഒരു ട്രയാങ്കിളാണ്. മുമ്പ് നമ്മൾ പറഞ്ഞ രീതി അനുസരിച്ച് നോക്കിയേ, വലിയൊരു വര പോയിട്ടുണ്ട്, ഇവിടെ ഒരു വലിയ വര പോയിട്ടുണ്ട്, ഇവിടെ ഒരു 110 കൊടുത്തിട്ടുണ്ട്. ഇവിടെ 110 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് 110 ഓപ്പോസിറ്റേ പിടിച്ചോണം കേട്ടോ. അതാണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഈ സൈഡ് 35 ആണെങ്കിൽ ഈ സൈഡ് എന്താ വരും കുഞ്ഞുങ്ങളെ? 35. മുമ്പ് നമ്മൾ പഠിച്ചതല്ലേ ക്യാപ്പിൻ്റെ? ഇവിടെ 20 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എത്ര വരും? 20 വരും. ഇനി നോക്കിക്കേ, ഓരോ ട്രയാങ്കിളിൻ്റെ മെഷർ നോക്കിക്കേ. ഇവിടെ 110 കിട്ടി, 120 കിട്ടി. അപ്പോൾ എത്രയായി? 130 ഒരു ട്രയാങ്കിൾ അല്ലേ ഇത്? അപ്പോൾ 130ൻ്റെ ബാക്കി ഇവിടെ എത്ര വരും? 50 ഡിഗ്രി വരും. അപ്പോൾ അത് ഓക്കെ ആയി, ആ ട്രയാങ്കിൾ ഓക്കെ ആയി. ഇനി നമുക്ക് നോക്കിയേ, ഇനി ഇവിടെ ഈ വലിയ വരയുടെ ഇപ്പുറത്തെ സൈഡ് 50 കിട്ടിയല്ലോ. അപ്പോൾ ഈ വരയുടെ ഇപ്പുറത്തെ സൈഡ് എന്തുമായിരിക്കും നിങ്ങളെ? 50. ഇത് എളുപ്പ വഴിയാണ് കേട്ടോ. എളുപ്പമാണ്. അറിയാവുന്നവർക്ക് ഇത് എളുപ്പമാണ്, ഇല്ലാത്തവർക്ക് ഇത് പുകഞ്ഞ് നിൽക്കുമായിരിക്കും ഇല്ലേ? ഞാൻ നോക്കി കഴിഞ്ഞാൽ വലിയ വരയില്ലേ? മുമ്പ് നമ്മുടെ പേനയുടെ ക്യാപ്പ് പറഞ്ഞില്ലേ? അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ അതിൻ്റെ ഈ വരയുടെ ഇപ്പുറത്തെ സൈഡും 50 ആയിരിക്കുമെന്ന് ഇപ്പോൾ പിടികിട്ടിയോ? അപ്പോൾ എന്താ, ഇവിടെ 50ഉം കിട്ടി, 110ഉം കിട്ടി, ഇവിടെ എത്ര? 20 കിട്ടി. അപ്പോൾ ഇവിടെയും കിട്ടി, ഈ വശവും കിട്ടി. ഇനി അതുപോലെ തന്നെ വല്ല വശങ്ങളുണ്ട്. ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്ര ഉണ്ട്? 35 ഉണ്ട് അല്ലേ? ഇവിടെ 35 കിട്ടി. പിന്നെ ഇനി ഏതൊക്കെ വശം കിട്ടാനുള്ള? ഇവിടെ അകത്ത് കിട്ടിയിട്ടില്ല, ഇവിടെ കിട്ടിയിട്ടില്ല, ഇവിടെ ഒരു ഇപ്പം ഏതൊക്കെ വശം കിട്ടിയിട്ടുണ്ട്? ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനിയും ഇവിടെ ഒരു 75 ഡിഗ്രി വരുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണെന്നറിയാമോ? അതായത് മൊത്തം കൂടെ കൂട്ടണം. മൊത്തം എത്ര വരേണ്ടത്? എത്ര കുഞ്ഞുങ്ങളെ? ഇതിനകത്തെ മെഷർ എത്ര വരേണ്ടത്? 360 അല്ലേ? മുമ്പ് നമ്മൾ പറഞ്ഞ രീതി വെച്ച് 360. ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ എത്ര? 220 കിട്ടിയിട്ടുണ്ട്. ബാക്കി 140. ആ 140നെ നമുക്ക് എന്ത് ചെയ്യണം? തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം. എത്രയൊക്കെ? ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 70, ഇവിടെയും 70. അപ്പോൾ ഇത് ഇത്രയും കൂടെ ആയപ്പോൾ എത്രയായി? 360 ഡിഗ്രി ആയി. ഇപ്പോൾ കിട്ടിയോ? അപ്പം 35ഉം 70ഉം 2 വശം ഇവിടെ കിട്ടി. അപ്പോൾ ഇവിടെ എത്ര? ബാക്കി 75. എന്തുകൊണ്ടാണ്? ഇത് 3 കൂടെ കൂട്ടിയപ്പോൾ 180. ഇവിടെ 75 ആണെങ്കിൽ ഇവിടെ എങ്ങനെ? 75. വല്ലതും മനസ്സിലായോ നിങ്ങളെ? അതായത് നമ്മുടെ ഈ അകത്തെ മെഷർ എത്ര ആയിരിക്കും? ഇത് നോക്കിക്കേ, ഇതൊരു സർക്കിൾ പോലല്ലേ? സർക്കിൾ എപ്പോഴും എത്ര? 360 ഡിഗ്രിയാണ് ആണല്ലോ. 110, 70, 70, 70, 360 ആയി. ഇനി നമ്മൾ ഈ വലിയ ക്യാപ്പിൻ്റെ ഓർത്താൽ മതി. ഈ ഒരു പടം കാണുമ്പോഴേ നിങ്ങൾ ക്യാപ്പ്, അതായത് ഓപ്പോസിറ്റ് വശം എപ്പോഴും എന്തായിരിക്കും? ഈ വരയുടെ കാണുന്നുണ്ടോ നിങ്ങളെ? ഇത്
ഈ ഒരു ക്ലൂ അങ്ങ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. മനസ്സിലായോ നിങ്ങളെ? ഓക്കെ, അപ്പം 7. എട്ടാമത്തെ വേണ്ട ഇത് ചോദിക്കുന്നതാണ് കേട്ടോ. 2 സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോഴുണ്ടാകുന്ന കോണുകളെ കണ്ടെത്തി തുല്യ കോണുകൾ ജോഡികളാക്കുക എന്ന്. എങ്ങനെ അറിയാം ഇതിലെ ഓരോ കോണും ഏതൊക്കെയാണെന്ന് എങ്ങനെ അറിയാം നിങ്ങളെ? എങ്ങനെ അറിയാം? ഇവിടെ നോക്കിക്കേ, നമ്മൾ ഈ അകക്കോണും പുറത്തെ കോണും ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടോ? ഞാൻ ഒന്നും കൂടെ പറയണോ നിങ്ങളോട്? നിങ്ങളെ ആൾട്ടർനേറ്റീവ് ആംഗിളും ഇൻറ്റീരിയർ ആംഗിളും ഒക്കെ നിങ്ങളെ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? ആൾട്ടർനേറ്റീവ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ്? അതാണ്ട് ടോപ്പിൽ ഇവിടെ ടോപ്പ്, ഇവിടെയും ടോപ്പ്. ഇവിടുത്തെ ആൾട്ടർനേറ്റീവ് ആംഗിൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഏതാ? ആദ്യമേ നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾ അല്ലേ? അതൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ, ഇനി ഞാൻ പറയണോ? കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? കറസ്പോണ്ടിങ്, അതിൻ്റെ മലയാളം എന്താ? സമാന കോണുകൾ അല്ലേ? ഇവിടുത്തെ സമാന കോണുകൾ ഏതൊക്കെയാണ്? അതെ, ഈ 1 സമാനമാണ് ഈ 6 അല്ലേ? സമാന കോണുകൾ അങ്ങ് വിചാരിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ എന്താ? കറസ്പോണ്ടിങ് ആംഗിളുകൾ ഏതൊക്കെയാണ് നിങ്ങളെ ഇവിടെ? ആംഗിൾ 1-ന് ആംഗിൾ 1-ഉം ആംഗിൾ 6 അല്ലേ? വേറെ ഏതൊക്കെയുണ്ട് പറഞ്ഞോ നിങ്ങളെ? ഇത് ആംഗിൾ 2-ഉം ആംഗിൾ 5-ഉം അല്ലേ? എന്താ? കറസ്പോണ്ടിങ് ആണ്. കറസ്പോണ്ടിങ് നിങ്ങളത് വലുതായിട്ട് വൃത്തിയായിട്ട് എഴുതണം കേട്ടോ. ആംഗിൾ 1, ആംഗിൾ 6, പിന്നെ ഏതുണ്ട്? ഒന്ന് ആംഗിൾ 2-ഉം ആംഗിൾ 5-ഉം അല്ലേ? ഇതാണ് കറസ്പോണ്ടിങ് ആംഗിൾ. സംശയമുണ്ടോ? ഇനി അടുത്ത അകത്ത് വരുന്നത് എന്തുമായിരിക്കും കുഞ്ഞുങ്ങളെ? അകത്ത് വേണ്ടേ, ഇതിനകത്ത് വേണ്ടേ ഇതെന്തുമായിരിക്കും? ഇതും അത് തന്നെയല്ലേ? ഏതൊക്കെയാ? അതുപോലെ 3-ഉം അല്ലേ? എന്നിട്ട് ഈ അകത്തെ കാണുന്നുണ്ടോ നിങ്ങളെ? ഇതിപ്പോൾ നമ്മൾ വെളിയിലെ എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടോ? ഇത് എഴുതി, ഇത് 2ഉം എഴുതി. അപ്പോൾ അതുപോലെ വരുന്ന ഏതാ? ഇതും അല്ലേ? ആംഗിൾ 3-യുടെ കൂട്ട് തന്നെ ആരാ? ആംഗിൾ 4. പിന്നെ ആംഗിൾ 3ക്ക് ആംഗിൾ 7 ഉണ്ട്. ഇതേപോലെ വരുന്നത് ആംഗിൾ 7 കേട്ടോ. ആംഗിൾ 7 ഉണ്ട്. ഇതുപോലെ ഇതാ ഇവിടെ ആംഗിൾ 4-ന് ആംഗിൾ 8, ആംഗിൾ 4-ന് ആംഗിൾ 8. മനസ്സിലായോ? ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇത് ഞാൻ നല്ലപോലെ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചതാണ്. ഇനി നമ്മൾ 1-ന് 7 അതിനൊക്കെ എന്തോ പറയുന്നത്? എന്തൊക്കെയായിരിക്കും? ആൾട്ടർനേറ്റീവും കറസ്പോണ്ടിങ്ങും ഒക്കെ പറഞ്ഞതാണ് കേട്ടോ. ഈ 1 ആംഗിൾ 1-ന് ആരായിരിക്കും? ആംഗിൾ 7. പിന്നെ ആംഗിൾ 2-ന് ആംഗിൾ 8, ആംഗിൾ 2-ന് ആംഗിൾ 8. പിന്നെ ഇനി ഏതാ? അകത്തെ ആംഗിൾ 3-ന് സമാനമായിട്ടുള്ള ആരാ? ആംഗിൾ 3-ന് ആംഗിൾ ഓപ്പോസിറ്റ് ആംഗിൾ 5, ആംഗിൾ 4-ന് ആംഗിൾ 6. ഇത് ഞാൻ നല്ല രീതിയിൽ കഴിഞ്ഞ ലിങ്കിൽ ഇട്ടിട്ടുണ്ടോ നിങ്ങളെ? അതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് അങ്ങ് പറയുന്നത്. നമ്മളിത് ആൾട്ടർനേറ്റീവ് ആംഗിളും കറസ്പോണ്ടിങ് ആംഗിളും ഒക്കെ പഠിപ്പിച്ചില്ലായിരുന്നോ? അന്നേരം ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് ബാക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് നോക്കണേ കേട്ടോ. ഇത് ഞാൻ പ്രധാനപ്പെട്ടവ മാത്രം പറഞ്ഞതിൽ എഴുതിയതാണ്. കാരണം അത് നിങ്ങൾ നോക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ഇട്ടത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ലെന്ന് എനിക്കറിയാം. ചിലവർക്ക് മനസ്സിലാവും, കാരണം ഇങ്ങനെ എഴുതിയേക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും. ഇനി മനസ്സിലാവാത്തവർ നമ്മുടെ ആ പഴയ ലിങ്ക് എടുത്തൊന്ന് നോക്കണം കേട്ടോ. ഇനി അടുത്തത് ഇത് നോക്കിക്കേ. ഇതൊക്കെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ ഞാനൊരു മോഡൽ ക്വസ്റ്റ്യൻ അങ്ങ് ഇട്ട് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ആൻസർ എഴുതിയില്ലോ എന്ന് ഞാനെങ്ങനെ അറിയും? അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ക്വസ്റ്റ്യൻ ഇട്ട് ആൻസറോട് അങ്ങ് പറയാമെന്ന് വെച്ചത്. നോക്കൂ നിങ്ങളെ, ഇവിടെ 35 ആണെങ്കിൽ നോക്കിക്കേ, ഈ പടം കണ്ടോ? വേണ്ടേ? നമ്മൾ പറഞ്ഞായിരുന്നു ഒരു വലിയ വര, നമ്മുടെ ക്യാപ്പ് ഓർത്താൽ മതി കേട്ടോ, വലിയ വര. അപ്പോൾ ഈ വരയുടെ ഇവിടെ എത്ര ആയിരിക്കും നിങ്ങളെ? ഇവിടെയും 35 ആയിരിക്കും. ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 45. ഇത് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് കേട്ടോ നിങ്ങളെ. ഇത് നല്ലപോലെ പഠിക്കണേ. അപ്പം POQ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. POQ എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര? ഈ 35 40 കൂടെ കൂട്ടുമ്പോൾ എത്ര ആണോ കിട്ടുന്നത് അതങ്ങ് എഴുതണമെന്ന്. എത്ര? 80 കിട്ടുന്നത് കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതിന് പേര് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അത് പേര് നോക്കണ്ട, നിങ്ങൾ ആ ചെയ്യുന്ന കണക്ക് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇവിടെ 35 40 വന്നത് എങ്ങനെയാണെന്ന് ഓർത്ത് വെച്ചോണേ.
ഇത് നമ്മൾ ചെയ്ത കണക്കാണ് കേട്ടോ. അടുത്ത ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ എന്താ നിങ്ങൾ ചോദിക്കുന്നത് നോക്കിയോ നിങ്ങളെ, ഒരു വര വരച്ചിരിക്കുക കാണുന്നുണ്ടല്ലോ, ഈ വര ഇതിനെ എന്താ പെർപെൻഡിക്കുലർ, അതായത് ഇതിനെ മുറിച്ച് മറ്റൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോഴേ നമുക്കറിയാം എന്താ കുഞ്ഞുങ്ങളെ, കാരണം നോക്കി ഇവിടെ 110 തന്നിരിക്കുന്നത്, ഇവിടെ എത്ര 110 തന്നിരിക്കുന്നത്, ഇവിടെ 60 തന്നിരിക്കുന്നത്. നമ്മൾ ഇൻറ്റീരിയർ ആംഗിൾ എടുത്തിട്ടുണ്ടോ, ഈ അകത്തെ കോണുകൾ എപ്പോഴും കൂട്ടുമ്പോൾ എത്ര വരണം, 180 വരണം. ഇത് 180 ഉണ്ടോ നിങ്ങളെ ചെക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ചാടി കയറി ഇത് 60, ഇത് 60, ഇത് 180 60 കുറച്ച് ഇങ്ങനെ അങ്ങനെയൊക്കെ എഴുതും. പക്ഷേ നിങ്ങൾ ഓർത്തോണം, നമുക്ക് തന്നിരിക്കുന്ന നോക്കിയേ 110ഉം 160, അപ്പം 170 ഉള്ളൂ. അങ്ങനെ ഒരു ട്വിസ്റ്റുള്ള കണക്ക് കാണും കേട്ടോ. നമ്മൾ ചാടി കയറി അയ്യോ ഞങ്ങൾക്ക് അറിയാം, കാരണം എന്താ ഇവിടെ 60 എങ്കിൽ ഇവിടെ 60 അല്ലേ, അപ്പോൾ ഇവിടെ 120, ഇവിടെ 120, ഇവിടെ ഇങ്ങനെ. പക്ഷേ ഓർത്തോണം, നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ 110ഉം 60ഉമാണ്. 110ഉം 60ഉം എന്താണ് ഇൻറ്റീരിയർ ആംഗിൾ വരത്തില്ല. എത്ര വരേണ്ടത്, 180 അവിടെ വരേണ്ടത്. പക്ഷേ ഇവിടെ 170 ഉള്ളൂ. അത് ഒരിക്കലും എന്താവും നിങ്ങളെ, അതെന്തുമായിരിക്കും, ഇത് ഒരിക്കലും എന്താ ഒരു പാരലൈൻ അല്ല കേട്ടോ. അത് ഓർത്തോണേ. പാരലൈൻ എന്ന് വെച്ചാൽ എന്താ, ആന്തര സഹോണുകൾ ഒരിക്കലും അനുപൂരകമല്ലാത്തതിനാൽ ABCD ഇവ ഒരിക്കലും ABക്ക് CD ഒരിക്കലും എന്താണ് സമാന്തരമല്ല. ആണോ? കാരണം എന്താ, ഡിഫറൻറ്റ് മെഷർ അല്ലേ, അപ്പോൾ എന്താ ഒരിക്കലും അത് സമാന്തരമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ 10 ക്വസ്റ്റ്യനാണ് ഇട്ടത്. നിങ്ങൾ ഈ മോഡൽ അങ്ങ് നല്ലപോലെ പഠിച്ചോണം കേട്ടോ. മോഡൽ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ഇതൊക്കെ തന്നെ തിരിച്ചു മറിച്ചു വിട്ടൊക്കെ ചോദിക്കത്തുള്ളൂ കേട്ടോ. അടുത്ത രണ്ടാമത്തെ പാഠം നോക്കിക്കേ. ഒരു കുപ്പിയിൽ, ഇതൊക്കെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററൊക്കെ നല്ലപോലെ പഠിപ്പിച്ചതാണേ, നിങ്ങൾക്ക് വല്ലതും അറിയാമോ എന്തോ. ഒരു കുപ്പിയിൽ 2.25 ലിറ്റർ, 2 1/4 എന്ന് വെച്ചാൽ എത്ര ആവും നിങ്ങളെ, 1/4 എന്ന് വെച്ചാൽ കാല്, അതായത് ക്വാർട്ടർ അല്ലേ, ഓർമ്മയുണ്ടോ? പിന്നെ 2/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ്, പിന്നെ 3/4 എന്ന് വെച്ചാൽ മുക്കാല്, പിന്നെ എത്ര 3/4 മുക്കാൽ അല്ലേ, അതിൻ്റെ അത്രയും നല്ലതുപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. ഇനി നമ്മുടെ ചോദ്യം, ഒരു കുപ്പിയിൽ 2 1/4 ലിറ്റർ വെള്ളമുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ 3 കുപ്പിയിൽ മൂന്ന് കുപ്പിയിൽ എത്ര വെള്ളം, ചോദ്യം നല്ലപോലെ മനസ്സിലാകുന്നുണ്ടോ? ഒരു കുപ്പിയിൽ 2.25 ലിറ്റർ വെള്ളം കൊള്ളും. അങ്ങനെ 3 കുപ്പി വെള്ളം ഒരു പാത്രത്തിൽ, 3 കുപ്പിയിൽ നിറച്ച് വെള്ളം കൊള്ളുന്നുണ്ട്, 2.25 വെച്ചാണ്. അതെല്ലാം കൂടെ ഒറ്റ പാത്രത്തിൽ ഒഴിക്കുക. അങ്ങനെ ആകുമ്പോൾ മൊത്തം എത്ര വെള്ളം വരുമെന്നാണ് നമ്മുടെ ചോദ്യം. മനസ്സിലായോ? അങ്ങനെ ആകുമ്പോൾ എത്ര, ആദ്യമേ നമ്മൾ എന്താണ്, ഇത് തന്നിരിക്കുന്നത് മിക്സഡ് ഫ്രാക്ഷനിലാണ്. അങ്ങനെ കേട്ടിട്ടുണ്ട്, ഞാൻ പഠിപ്പിച്ചതാണ്. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഈ 3 വരുന്നത്. അപ്പം നിങ്ങൾ ആദ്യമേ ഈ രീതിയിൽ തന്നെ അങ്ങ് ചെയ്ത് പഠിക്കണം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് തെറ്റുന്നുണ്ട്. അപ്പോൾ ഈ രീതി തന്നെ തുടരാനേ ഞാൻ പറയത്തുള്ളൂ. എന്താണ്, താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററിനെ ഛേദമെന്ന് മലയാളത്തിൽ പറയും. ഛേദം 2 × 4 + 1. ഇതറിയാവുന്ന കുട്ടിക്ക് ഇത് തെറ്റത്തേ ഇല്ല. എന്നിട്ട് താഴെ എന്താണോ കിടക്കുന്നത് അതെടുത്ത് എഴുതുക. താഴെ 4 അല്ലേ, അപ്പോൾ 4. 2 × 4 4, 8 + 1 9, 9/4 എന്ന് കിട്ടും. ഇതിന് സംശയം ഉണ്ടോ നിങ്ങളെ? ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം നമുക്ക് 1 കിലോയ്ക്ക് 9/4 എന്നാണ് കിട്ടിയത്. ഇനി നമ്മളോട് ചോദിച്ചാൽ എത്ര, 3 കിലോയ്ക്ക് എത്ര എന്ന്. അപ്പം 9/4 × 3 എന്ന് ചെയ്താൽ മതി. അതായത് 3 × 9/4. 3 × 9 എത്ര കുഞ്ഞുങ്ങളെ, 3 9 27/4. 27നെ ഒരിക്കലും ആൻസർ എന്താണ്, വലിയ സംഖ്യ, അതായത് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിട്ട് വരത്തില്ല. വരുന്നുണ്ടോ? ഇല്ല, വരത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ആ ന്യൂമറേറ്ററിനെ എന്ത് ചെയ്യണം, ആ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4ൻ്റെ ടേബിളിൽ 24 വരുന്നുണ്ടോ? ഉണ്ടോ നിങ്ങളെ? ഇല്ല. എത്ര, 24 വരുന്നുണ്ട് അല്ലേ. 6 4 24, ബാലൻസ് 3. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും, കോഷ്യൻ്റ് കേട്ടോ. ഹരണഫലത്തിനെ ഫസ്റ്റിൽ എഴുതുക. തിരിഞ്ഞു പോകല്ലേ. ഇനി നമ്മൾ ഇവിടെ എഴുതുന്ന ഏതെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതാണോ കിടക്കുന്നത് അത് തന്നെ താഴെ എഴുതാവൂ. ശിഷ്ടം പറയും, ഞാൻ എപ്പോഴും താഴെ കിടക്കുന്നത്, ആൻസർ എഴുതുമ്പോഴേലും എന്നെ അങ്ങ് മേളിൽ എഴുതി വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ എന്തോ കിട്ടും നമുക്ക്, 3 അതായത് 6.25 ലിറ്റർ പാലായിരുന്നോ, വെള്ളമാണ് അല്ലേ. 6.25 ലിറ്റർ വെള്ളം നമുക്ക് ആ പാത്രത്തിൽ ഒഴിച്ചു വെച്ചു എന്നാ. ചോദ്യം മനസ്സിലായോ നിങ്ങളെ? 100 പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായില്ല. 1 പഠിപ്പിക്കുന്നത് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഒരു കുപ്പിയിൽ 2.25 ലിറ്റർ വെള്ളം കൊള്ളുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 കുപ്പിയിലെ വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചാൽ മൊത്തം എത്ര വെള്ളം ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 തരിക എന്ന് വെച്ചാൽ അതിനെ മിക്സർ ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റുക.
ഇംപ്രോപ്പർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പേടിക്കണ്ട, ഇതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. എന്താ, വെളിയിൽ കിടക്കുന്ന ഇതിനെ താഴെ കിടക്കുന്ന ഏത് സംഖ്യയാണോ അതുകൊണ്ട് ഇൻഡ്യൂ ചെയ്തിട്ട് മുകളിൽ കിടക്കുന്ന സംഖ്യ കൂട്ടുക. ഇതിൽ കൂടുതലൊന്നും ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കുട്ടികൾ കേട്ടോ. 2 × 4 + 1/4. ഇനി താഴെ നിങ്ങൾ എപ്പോഴും ഏത് സംഖ്യയാണോ നമുക്ക് താഴെ തന്നിരിക്കുന്നത് അത് തന്നെ എഴുതുക. അപ്പം നമുക്ക് 9/4 കിട്ടി. ഇനി എത്ര കുപ്പിയാണോ നമ്മുടെ ചോദ്യത്തിൽ അടുത്ത എത്ര ആണോ അത് വെച്ച് ഇൻഡ്യൂ ചെയ്യുമ്പോൾ പിന്നെ ആൻസർ ഒരിക്കലും എന്താണ്, ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും വരത്തില്ല. അപ്പം നമ്മൾ മാറ്റിയിട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആൻസർ എഴുതും. അപ്പം നമുക്ക് 2.25 ലിറ്റർ വെള്ളം കിട്ടും. ഓക്കെ ആണോ നിങ്ങളെ? അതേപോലെ ഒരുപാട് കണക്കുകൾ നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് അതിൽ ചെയ്യാത്തതൊക്കെയാണ് ഇതിൽ. ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം 1/4 kg. കാലെന്നൊക്കെ ഞാൻ പറയുമ്പോൾ 1/4 ആണ്, അതായത് ക്വാർട്ടർ ആണെന്ന് നിങ്ങൾ ഓർത്തോണം. ഇത്തരം 15 കട്ടകളുടെ മൊത്തം ഭാരം എത്രയാണ്? ഒരു കട്ടയുടെ വെയിറ്റ് 1/4 kg ആണ്. The weight of an iron block is 1/4 kg. What is the total weight of such 15 block? കുഞ്ഞുങ്ങളെ, ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം എത്ര? നമുക്ക് എപ്പം നിങ്ങൾ ഈ സ്റ്റെപ്പ് നോക്കണ്ട. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ആ രീതിയിൽ സ്റ്റെപ്പ് എഴുതാൻ പഠിക്കണം കേട്ടോ. നിങ്ങളിപ്പോൾ ഇതുപോലെ തന്നെ കാണാതെ പഠിച്ച് എഴുതണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ആ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നിന്ന് സ്റ്റെപ്പ് പറക്കി എഴുതാൻ ആദ്യമേ പഠിക്കണം. ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം, അപ്പോൾ ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം എത്രയാണ്, അപ്പോൾ എത്ര എണ്ണമാണോ കാണേണ്ടത്, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് അത് കേട്ടോ. അങ്ങനെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ തെറ്റാണെങ്കിലും സ്റ്റെപ്പ് എഴുതാൻ പഠിക്കണേ നിങ്ങളെ കേട്ടോ. തെറ്റാവണമെന്നല്ല ഞാൻ പറഞ്ഞത്, അത് പറക്കി എഴുതാൻ നിങ്ങൾ ശീലിക്കുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് എടുത്ത് എഴുതാൻ ശീലിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇരുമ്പ് കട്ടയുടെ ഭാരം ഓൾറെഡി തന്നിട്ടുണ്ട് 1/4 kg. 15 ഇരുമ്പ് കട്ടയുടെ ഭാരമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഒരെണ്ണത്തിൻ്റെ തന്നിട്ടുണ്ട് 1/4 ആണെന്ന് അല്ലേ. 15 എണ്ണമാകുമ്പോൾ 15 × 1/4 എത്ര? 15 × 1/4. നമ്മൾ ഒരിക്കലും എപ്പോഴും പറഞ്ഞിട്ടുണ്ട് മുകളിൽ, അതായത് ന്യൂമറേറ്റർ ഈ മുകളിൽ താഴെ എന്ന് പറയുമ്പോൾ മലയാളം മീഡിയത്തിന് വേണ്ടി ഇത് എടുത്ത് ഞാൻ മുകളിൽ താഴെ എന്ന് പറയുന്നത് കേട്ടോ. അതായത് അംശവും ഛേദവും, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. എന്താ നിങ്ങളെ, അംശം എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ, ഛേദം എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ അത്രയും കിടന്ന് മസിൽ പിടിക്കേണ്ടെന്ന് വെച്ചാൽ ഈ മുകളിൽ താഴെ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം 15/4. അപ്പം മുകളിൽ വലുതും താഴെ ചെറുതും വരില്ല. അതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ എപ്പോഴും ഓർക്കണം, ഡിവൈഡ് ചെയ്യുന്നത് എല്ലാവർക്കും തെറ്റുന്നുണ്ട്. എടുത്ത് ഞാൻ പറയുന്നത് എന്താണ്, കോഷ്യന്റ് അല്ലെങ്കിൽ ഹരണഫലത്തെയാണ് ഫസ്റ്റിൽ എഴുതേണ്ടത്. പിന്നെ അടുത്ത ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്തത്, അതായത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി എന്താണോ താഴെ കിടക്കുന്നത് അതിനെ എഴുതാവൂ താഴെ. എപ്പോഴും ശിഷ്ടത്തിനെ എടുത്ത് മേളിൽ എഴുതുക, അത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ 18 അയൺ ബോക്സിൻ്റെ ചോദിച്ചിട്ടുണ്ട്. 18ഓ 16ഓ എത്രയോ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാം. എന്താ, ആ തന്നിരിക്കുന്നതിനെ 1/4 വെച്ച് ചെയ്താൽ മതി. ഇവിടെ 16 ആണ്, 16/4 4ആണ്. 4 4 16 ആയതുകൊണ്ടല്ലോ. ഓക്കെ ആണോ നിങ്ങളെ? ഇനി നോക്കിയേ, ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനകത്തിലെ ഒരു ചോദ്യമാവും നിങ്ങളെ. ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും വീതിയും നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. നമ്മുടെ ചോദ്യം എന്താ കുഞ്ഞുങ്ങളെ, ശ്രദ്ധിച്ച് കേട്ടോണേ. ഒരു ചതുരമാണ്. ഒരു ചതുരത്തിന് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ അത് മനസ്സിലങ്ങ് ആക്കുക. ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, ഏരിയ. അത് ചുറ്റളവ് എന്ന് വെച്ചാൽ പെരിമീറ്റർ ആണ് കേട്ടോ. അത് തിരിഞ്ഞു പോകല്ലേ. പരപ്പളവും ചുറ്റളവും എന്ന് വെച്ചാൽ പെരിമീറ്ററും, ചുറ്റളവെന്ന് വെച്ചാൽ ചുറ്റുമുള്ള അളവിനെയാണ് പെരിമീറ്റർ. പരപ്പളവെന്ന് വെച്ചാൽ ഏരിയയാണ് കേട്ടോ. അത് തിരിഞ്ഞു പോവല്ലേ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണ്, മിക്സഡ് ഫ്രാക്ഷനിലാണ് തന്നിരിക്കുന്നത്. എന്താ നിങ്ങളെ, മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താ, മൂന്നെണ്ണം വെച്ചുള്ളതല്ലേ. അപ്പോൾ അതിനെ നമ്മൾ നേരെയാക്കണ്ടായോ. അപ്പം നമ്മുടെ ജോലി ഇവിടെ എന്തോ കാണാനാണ്, ഏരിയ കണ്ടുപിടിക്കാനാണ്. ഏരിയ കാണുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താവും നിങ്ങളെ, ഒരു ചതുരത്തിൻ്റെ സൈഡ് × സൈഡ് L × B ആണല്ലേ. എന്താണ്, എന്തോത്തിൻ്റെ, ആ ചതുരത്തിൻ്റെ ആയതുകൊണ്ട് ഏരിയ കാണുന്നത് L × B ആണ്. ഇവിടെ L ഉം B യും നമുക്ക് തന്നിട്ടുണ്ട്. വേണമെങ്കിൽ അത് എഴുതാം. എന്താ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ = എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. അപ്പോൾ ചതുരത്തിൻ്റെ നീളവും വീതിയും തന്നിട്ടുണ്ട്. എത്രയൊക്കെയാ, 3 1/4 × 4 1/2. എന്തോ എങ്ങനെയാ വന്നത്, L × B കേട്ടോ. L × B, ലെങ്ത് × ബ്രെഡ്ത്ത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നീളം ഗുണം വീതിയാണ് ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്.
പരപ്പളവ് എന്ന് പറയുന്നത്. ചുറ്റളവ് എന്താ 2 × L+B ആണ്. എല്ലാം കൂടെ തിരിഞ്ഞു പോകല്ലേ. നമ്മളോട് ചോദിച്ചത് പരപ്പളവാണ്. അപ്പോൾ L × B. അപ്പോൾ നമ്മുടെ ജോലി എന്താണ്? മിക്സഡിൽ തന്നിരിക്കുന്നതിനെ എന്താ ഇംപ്രോപ്പറിലോട്ട് മാറ്റുക. അതായത് 3നെ 2 ആക്കി മാറ്റുക. എങ്ങനെ എഴുതണം? താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്തിട്ട് 3 × 4 + 1 / 4 ഇൻറ്റു 4 × 2 + 1/2. മനസ്സിലാവുന്നുണ്ടോ? 3 × 4 12 1 13/4 ഇൻറ്റു 4 2 8 1 9/2. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അപ്പം ഇതിനെ എന്താ ഇൻറ്റു ആയതുകൊണ്ട് നേരിട്ടങ്ങ് ചെയ്യുക. 13 × 9 3 9 27 1 9 9 10 11 117/2 4 8. ഇതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്താ നോക്കിയേ, ആൻസർ നോക്കിയേ. മുകളിൽ വലുതും താഴെ ചെറുതും. അപ്പോൾ പെട്ടെന്ന് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 8 8 8 3 11 37 എത്ര 2 3 4 32 4 8 32 ശിഷ്ടം 5. അപ്പോൾ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ആദ്യമേ കോഷ്യൻ്റ് എഴുതുക, അതായത് ഹരണഫലം എഴുതുക. പിന്നെ എത്രേനെയാണോ ചെയ്യാൻ പറഞ്ഞത് താഴെ തന്നിരുന്ന ഏതാ അത് തന്നെ റിമൈൻഡറിനെ എടുത്ത് മീളിയിടുക. ഇതാണ് ഇതിൻ്റെ ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇതാണ് ആൻസർ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ചെയ്ത് പഠിക്കണം കേട്ടോ. ഞാൻ നേരത്തെ പകുതി മുക്കാലും ക്വസ്റ്റ്യൻ നമ്മുടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇടാത്ത ക്വസ്റ്റ്യൻ നോക്കിയാണ് ഞാനിപ്പോൾ ചെയ്തു തരുന്നത്. ഇതുപോലെ തന്നെ നോക്കി പഠിക്കണം കേട്ടോ. അത് ഇപ്പം നമ്മൾ പഠിച്ചത് ചതുരത്തിൻ്റെ നീളവും വീതിയുമാണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ നിങ്ങളെ, സമചതുരത്തിൻ്റെ ആണെങ്കിലോ? സമചതുരം എന്ന് വെച്ചാൽ എന്താണ്? സമചതുരം എന്താ കുഞ്ഞുങ്ങളെ? സമചതുരം എന്ന് വെച്ചാൽ സ്ക്വയർ മീൻസ് 4 വശവും ഒരുപോലെ ഇരിക്കുന്നതാണ് സ്ക്വയർ, സമമാണ് അല്ലേ. അതിൻ്റെ ചുറ്റളവ് എന്ന് വെച്ചാൽ എന്താണ്? പെരിമീറ്റർ. നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 14 മീറ്റർ തന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളെ. 14 മീറ്റർ നമുക്ക് സമചതുരത്തിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ട്. എത്ര? സാജു എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് എളുപ്പം വേണ്ടി കേട്ടോ. നിങ്ങളതിനെ എന്താ സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര നിങ്ങളെ? 14 മീറ്റർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വശം കാണാം. ഇത് 4 വശവും കൂടെ ആണ് നമുക്ക് തന്നത് 14 മീറ്റർ. അപ്പോൾ ഒരു വശം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 1 സൈഡ് കാണാൻ ഒരു വശം. ഇംഗ്ലീഷുകാർക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? കാരണം ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. സമചതുരം എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? സ്ക്വയർ. ചുറ്റളവ് എന്ന് വെച്ചാൽ എന്താണ്? പെരിമീറ്റർ ഓഫ് സ്ക്വയർ = എന്താ? 14 മീറ്റർ. ഓക്കെ. എൻ്റെ 1 സൈഡ് എത്രയാണ് അപ്പോൾ കാണുന്നത്? ഈ 14നെ നമ്മൾ എന്ത് ചെയ്യണം? 4 വന്ന് എന്താ? 1 2 3 4 വശം കൊണ്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ എത്ര കിട്ടും കുഞ്ഞുങ്ങളെ? 14നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 7 2 14 2 അല്ലേ? 2 2 4. ഇതിൻ്റെ പകുതി വെച്ചെടുത്താലും മതി. ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് അതിൻ്റെ പകുതി അല്ലേ? 7/2 കിട്ടി. ഇതിൻ്റെ സംശയം വല്ലതും ഉണ്ടോ? 14/4നെ ചെറിയ ഫോമിലോട്ട് മാറ്റിയതാണ്. ചെറുതാക്കാനൊക്കെ അറിയാവോ? അതിൻ്റെ പകുതി കേട്ടോ, പകുതി. ഇനി നോക്കിക്കേ. അപ്പം നമുക്ക് ഒരു വശം കിട്ടി. ഒരു വശം എന്ന് പറയുന്നത് എന്താവും ഞങ്ങളെ? 14/4 ആണ്. അപ്പം നമുക്ക് 7/2 നമുക്ക് ഒരു വശം കിട്ടി. എത്ര നിങ്ങളെ? 7/2 കിട്ടി. 7/2 മീറ്റർ ആണ്. ഇനി അതിൻ്റെ പരപ്പളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്ര ആണെന്നാണ്. പരപ്പളവ് ഏരിയ ആണെന്ന ഇക്വേഷൻ എന്താവും നിങ്ങളെ? സൈഡ് ഇൻറ്റു സൈഡ് ആണ്. അതിന് സംശയമൊന്നുമില്ലല്ലോ. സൈഡ് ഇൻറ്റു സൈഡ് നമുക്കിപ്പോൾ എത്ര കിട്ടിയത്? 7/2 ഇൻറ്റു 7/2 = 7 49/4 അല്ലേ? 49/4. ഒരിക്കലും എന്താണ്? മുകളിൽ വലുതും താഴെ ചെറുതും വരില്ല. അപ്പം 49നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 4 4 9 2 4 8 ബാലൻസ് 1. അപ്പോൾ എങ്ങനെ എഴുതും നമ്മൾ? 12/4/1 ചതുരശ്ര സെൻറ്റിമീറ്റർ. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇതുപോലെ തന്നെ പഠിക്കണേ. അടുത്ത നോക്കിയേ. ജോജി ദിവസവും 4.5 മണിക്കൂർ ജോലി ചെയ്യും. 6 ദിവസം കൊണ്ട് എത്ര മണിക്കൂർ ജോലി ചെയ്യുമെന്ന്? ജോജി ദിവസവും 4.5 മണിക്കൂർ ജോലി ചെയ്യും. 6 ദിവസം കൊണ്ട് എത്ര മണിക്കൂർ ജോലി ചെയ്യും? ജോജി ഒരു ദിവസം ജോലി ചെയ്യുന്ന സമയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് എഴുതാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾ വേണ്ട വിധം തന്നെ സ്റ്റെപ്പ് എഴുതാൻ പഠിക്കണം. അപ്പം 6 ദിവസം ചെയ്യുന്ന ജോലി എന്താ മതി? ഒരു ദിവസം ചെയ്യുന്ന നമുക്ക് ഓൾറെഡി കിട്ടി. 6 ദിവസം ആകുമ്പോൾ ഇനി 7 ആണെങ്കിൽ 7, 8 ആണെങ്കിൽ 8, എത്ര ദിവസമാണോ അതിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ 6 ദിവസം ആയതുകൊണ്ട് 6 ×
4 1/2 4 1/2 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചല്ലോ. എന്താ, താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്തിട്ട് മേളിൽ കിടക്കുന്ന കൂട്ടുക. അപ്പം നമുക്ക് എത്ര കിട്ടി? 9/2 കിട്ടി കേട്ടോ. സംശയം ഉണ്ടാവും നിങ്ങളെ. 2 4 8 1 9/2. ഇനി 6 × 9 54 54/2. ഒരിക്കലും വലുത് മുകളിലും ചെറുത് താഴെയും വരാത്തതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. ആൻസർ നമുക്ക് 27 കിട്ടി. ജോജി ഒരു ദിവസം ജോലി ചെയ്യുന്നത് 4.5 മണിക്കൂറാണെങ്കിൽ 6 ദിവസം കൊണ്ട് 27 മണിക്കൂർ ജോലി ചെയ്യുമെന്ന്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത് നോക്കൂ നിങ്ങളെ. ഹാഫിൻ്റെ 1/4 ഭാഗം എത്ര ആണ്? എന്താ നിങ്ങളെ, ഹാഫിൻ്റെ 1/2 1/4 ഭാഗം എന്ന് വെച്ചാൽ എളുപ്പമാണ്. എത്ര ആണോ നമ്മളോട് ചോദിച്ചത് അതങ്ങ് എഴുതിയ 1 × 1 1/2 × 1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 × 1/2 × 4 = 1/8. എളുപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ 1/4 1/4 × 1/2 എന്ന് പറയുന്നതിന് 1 × 1/4 × 2 എന്തെഴുതാം? 1/8. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഉണ്ടോ? ഇതുപോലെ തന്നെ അങ്ങ് പഠിക്കണം കേട്ടോ. 1/3 × 1/5 എന്ന് പറയുന്നത് 1 × 1/3 × 5 = 1/5 15. ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ എഴുതണമെന്ന് കേട്ടോ. ഓക്കെ ആണല്ലോ. വശങ്ങളുടെ നീളം 5.5 മീറ്ററായ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളെ. വശങ്ങളുടെ നീളം 5.5 മീറ്ററായ സമചതുരം. മുമ്പ് ഞാൻ പറഞ്ഞു, എപ്പോൾ പഠിക്കുമ്പോഴും നമ്മൾ എന്താ, സമചതുരം എന്ന് വെച്ചാൽ സ്ക്വയർ ആണ്. ആ സ്ക്വയറിൻ്റെ 5.5 മീറ്റർ നീളം തന്നിട്ടുണ്ട്. അതായത് സമചതുരം ആകുമ്പം നീളോ വീതിയോ ഏതോ ആയിക്കോട്ടെ, നമുക്ക് എന്താ വന്നിട്ടുണ്ട്? 5.5 മീറ്റർ തന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഏരിയ കാണുക. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താവും നിങ്ങളെ? ഏതാ? സൈഡ് ഇൻറ്റു സൈഡാണ് കേട്ടോ. അതെപ്പോഴും ഓർത്തോണേ. സൈഡ് പരപ്പളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട. ഏരിയയുടെ മലയാളമാണ് ഈ പരപ്പളവ്. ഇംഗ്ലീഷുകാർ ഞാൻ കുറച്ച് കണ്ട് പരിപ്പളവ് പരപ്പളവ് എന്ന് വെച്ചാൽ ഏരിയ ആണ് കേട്ടോ. ഏരിയ കാണുന്നത് സൈഡ് ഇൻറ്റു സൈഡാണ്. സൈഡ് എത്ര കിട്ടും നിങ്ങളെ? 5.5 നമ്മൾ 5.5 എന്ന് വെച്ചാണോ ചെയ്യുന്നത്? അല്ല. എങ്ങനെ ചെയ്യണം? 5.5 സ്പ്ലിറ്റ് ചെയ്യണം. 5 × 2 10 10 + 1 അപ്പം നമുക്ക് എന്താ 11/2 എന്ന് കിട്ടും. അങ്ങനെ മാറ്റാൻ അറിയണേ. ഞാനിത് ഈ ചാപ്റ്റർ തുടങ്ങിയ കാലം മുതലേ ഇത് പഠിപ്പിക്കുക, തെറ്റിക്കല്ലേ. എപ്പം മിക്സഡിൽ തരുന്നോ അതിനെ ഇംപ്രോപ്പർ ആക്കാൻ പഠിച്ചിരിക്കണം. അതായത് ഈ 3 എണ്ണം തരുന്നതിനെ എന്താ 2 ആക്കി മാറ്റണം. അപ്പം നമുക്ക് എത്ര കിട്ടി? 11/2 × 11/2 എത്ര കിട്ടും? 121/4 കിട്ടും. അപ്പോഴും ഓർത്തോണം എന്താണ്, മുകളിൽ വലുതും താഴെ ചെറുതും വരത്തില്ല. അപ്പം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? ഡിവൈഡ് മാറ്റി ചെയ്യേണ്ട കുഞ്ഞുങ്ങളെ 30 1/4 കിട്ടും. നമുക്ക് സമയപരിധി കൊണ്ട് ഞാൻ അതിനെ ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അടുത്ത് നോക്കിക്കേ. 9 × 3/4 നിങ്ങൾക്ക് ഒരു മാർക്കിന് ചിലപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? ഒന്നും ആലോചിക്കേണ്ട. 9 × 3/4 ആണ് അല്ലേ? 9 × 3 എത്രയാണ്? 9 × 3 27/4 ആണ് അല്ലേ? 27/4 എത്രയാണ്? 4ൻ്റെ ടേബിളിൽ 27 വരുന്നുണ്ടോ നിങ്ങളെ? എത്ര? 6 4 അല്ലല്ലോ. 27/4 അല്ലേ? 27/4. 4ൻ്റെ ടേബിളിൽ 27 വരത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡിവൈഡ് ചെയ്യണം കേട്ടോ. എങ്ങനെ ഡിവൈഡ് ചെയ്യും? 27നെ മാറ്റിയിട്ട് 4 വെച്ച് 6 4 24 ബാക്കി 3. അപ്പം നമ്മൾ എഴുതും 6 4 24 ശിഷ്ടം 3. കണ്ടോ? ഇങ്ങനെ എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി കേട്ടോ. ഇതാണ് നിങ്ങളുടെ 1 മാർക്കിൻ്റെ ചോദ്യം. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ ആ പാഠവും കഴിഞ്ഞു. അടുത്തത് ട്രയാങ്കിളിനെ കുറിച്ചാണ്. അതായത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മുടെ 3ാമത്തെ പാഠം. നമുക്ക് 3 വശങ്ങൾ തരും. അത് വെച്ചിട്ട് എന്ത് ചെയ്യണം? പടം വരയ്ക്കാനാണ്. അപ്പം 3 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ. നമുക്കൊരു കാര്യം ചെയ്യാം. എപ്പോഴും ഏറ്റവും വലിയ വശം നമുക്ക് അങ്ങ് ആദ്യം വരയ്ക്കാം. എത്രയാണ്? 10 സെൻറ്റിമീറ്റർ അല്ലേ? 10 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര അങ്ങ് വരയ്ക്കുക. 10 സെൻറ്റിമീറ്റർ ആണേ. 0 മുതൽ 10 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വരയ്ക്കുക. 10 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ. ഇനി 3 സെൻറ്റിമീറ്റർ ഒന്നുകിൽ നമുക്ക് ലെഫ്റ്റിൽ നിന്നോ റൈറ്റിൽ നിന്നോ എവിടെ 3 ആണേ. 3 സെൻറ്റിമീറ്റർ ഒന്നുകിൽ നമുക്ക് ഇവിടുന്ന് കുത്താം, അതല്ലെങ്കിൽ ഇവിടുന്ന് കുത്താം കേട്ടോ. എവിടെ വേണമെങ്കിലും കുത്താം. 3 സെൻറ്റിമീറ്റർ ഉണ്ട്. ഒരു ആർക്ക് വരയ്ക്കുക 3. പിന്നോ ഇവിടെ നിന്ന് ഒരു 6 സെൻറ്റിമീറ്റർ എടുക്കുക. അതായത് നമുക്ക് 3 ഇതും വേണം. ഇവിടുന്ന് എത്ര? 6 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട്. കിട്ടുന്നുണ്ടോ നിങ്ങളെ? ഇവിടെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്? ചാടി അങ്ങ് ചെയ്തല്ലോ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു ട്രയാങ്കിളിൻ്റെ ത്രികോണം നിർമ്മിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ വശം ഏതാവും നിങ്ങളെ?
ഏറ്റവും വലിയ വശം 10 ആണ്. ആണോ? ഏറ്റവും വലിയ വശം 10 ആണ്. അപ്പോൾ ആ വലിയ വശങ്ങൾ നമ്മൾ ഈ ചെറിയ 2 വശങ്ങൾ തങ്ങളിൽ കൂട്ടുമ്പോൾ ഈ 10നേക്കാൾ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ത്രികോണം വരയ്ക്കാൻ പറ്റത്തുള്ളൂ. കേട്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇതാവും ഞങ്ങളെ ഒരു ത്രികോണം നമുക്ക് വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ വശം കണ്ടോ 10 അല്ലേ? ആ ചെറിയ 2 വശങ്ങൾ കൂട്ടുമ്പോൾ ഈ 10നേക്കാൾ വലുതാണെങ്കിൽ മാത്രമേ നമുക്ക് ത്രികോണം വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 6ഉം 3ഉം എത്ര? 9 ഉള്ളൂ. അപ്പം നമുക്ക് എന്താണ്? ത്രികോണം വരയ്ക്കാൻ പറ്റത്തില്ല എന്നറിയണം. ത്രികോണം വരയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. അതെപ്പോഴും ഓർത്തോടെ. ചാടിക്കയറി ഇങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടത്തില്ല എന്നാ പറയുന്നത്. അപ്പം മനസ്സിലായോ? ഇനി വശങ്ങളുടെ നീളം 7 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ അവയുടെ ഇടയിലല്ലാതെ കോൺ 40 ഡിഗ്രിയുമായ ഒരു ത്രികോണം വരയ്ക്കുക. ചോദ്യം കേട്ടിട്ട് വേണം വരയ്ക്കാൻ. എന്താ നിങ്ങളെ? വശങ്ങളുടെ നീളം 7 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ അവയുടെ ഇടയിലല്ലാതെ കോൺ 40 ഡിഗ്രി വരണം. അവയുടെ രണ്ടിൻ്റെയും ഇടയിലല്ലാതെ. നോക്കാം. 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വര വരയ്ക്കുക. 4 സെൻറ്റിമീറ്റർ 0 മുതൽ 4 സെൻറ്റിമീറ്റർ കണ്ടോ? ഇനി 7 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. 7 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ ഞാനൊരു ആർക്ക് വരച്ചു. നിങ്ങളെപ്പോഴും 3 വരുമ്പോൾ ഈ കോമ്പസും പെൻസിലും ഉപയോഗിക്കാൻ മറക്കല്ലേ കേട്ടോ. നമ്മുടെ ഈ പാഠത്തിൽ ഇതിൻ്റെ ഉപയോഗങ്ങളാണ്. ഓരോ ചാപ്റ്ററിലും ഓരോന്നിൻ്റെ ഉപയോഗങ്ങളാണ്. ഇനി പൊട്രാക്ടർ എടുത്തിട്ട് 40 ഡിഗ്രി എടുക്കുക. പൊട്രാക്ടറൊക്കെ പിടിക്കാൻ അറിയാമോ? അതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. 40 ഡിഗ്രി എടുക്കുക. 40 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്. ഇനി അതിനെ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. അതുകൊണ്ട് ഈ വരയിലോട്ട് കൊണ്ടുവരണം. ഇവിടോ ഇത് എത്രയാണെന്നാ പറഞ്ഞത്? 7 അല്ലേ നമ്മൾ എടുത്തത്? 7 ഇങ്ങനെ ചെയ്തെങ്കിലേ കിട്ടത്തുള്ളൂ കുഞ്ഞുങ്ങളെ. അല്ലാതെ എടുത്താൽ കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 4 സെൻറ്റിമീറ്റർ ഇവിടെ എടുക്കുക. ഇവിടെ എത്ര? 7 സെൻറ്റിമീറ്റർ എടുക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ എന്ന് വെച്ചാൽ ഇവിടെ അല്ലേ? ഇവിടെ അല്ലാതെ എന്ത് ചെയ്യുക? ചോദ്യത്തിൽ എന്താ? ഇവിടെ അല്ലാതെ 40 ഡിഗ്രി എഴുതുക. ഇവിടെ അല്ലാതെ വന്നത് താണ്ട് ഇവിടെ അല്ലേ? എത്ര വന്നത്? 40 ഡിഗ്രി. ഇപ്പോൾ കിട്ടിയല്ലോ കേട്ടോ. ഇതിങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലാക്കിക്കോണം. ഇനി ചൂടെയുള്ള കൂട്ടത്തിൽ ത്രികോണം നിർമ്മിക്കാൻ കഴിയുന്ന അളവുകൾ ഏതാ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാ എളുപ്പവഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വെറുതെ ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതുന്നേ ഉള്ളൂ നിങ്ങളെ. കാരണം എന്താണ്? ഏറ്റവും വലിയ വശം നമ്മൾ ആദ്യമേ നോക്കുക. 10 ആണല്ലോ. ഇവിടെ നോക്കിക്കേ. ചെറിയ 2 വശങ്ങളൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി കുഞ്ഞുങ്ങളെ? 6ഉം 5ഉം 11 അപ്പം നമുക്ക് കിട്ടും. നമ്മളൊന്നും ആലോചിക്കണ്ട, നമുക്ക് കിട്ടും കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അപ്പോൾ അതിൻ്റെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറേ എഴുതിയുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി അതിൻ്റെ പകുതി മുക്കാലും ക്വസ്റ്റ്യൻ ചെയ്താണ്. ഇപ്പം നോക്കിയേ. 8, 4, 12 എന്ന് പറയുന്ന അല്ലെ 10 എന്ന് പറയുന്ന ഒരെണ്ണമാണ്. ഇതിൽ ഏറ്റവും വലിയ വശം ഏതാ കുഞ്ഞുങ്ങളെ? 10 ആണ് അല്ലേ? അപ്പം ചെറിയ 2 വശങ്ങളൂടെ കൂട്ടുമ്പോൾ 10ൽ കൂടുതലാണെങ്കിൽ 8, 4 12 അല്ലേ? അപ്പം നമുക്ക് എന്താ അത് വരയ്ക്കാൻ പറ്റും. എന്നാൽ 1, 3 6 എന്ന് പറയുന്ന ഒരെണ്ണം 6ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ വശം. ചെറുത് 2ഉം കൂടി കൂട്ടിയപ്പോൾ ചെറുത് 2 കൂടെ കൂട്ടിയെന്ന് വെച്ചാൽ 1ഉം 3ഉം കൂടെ ആയപ്പോൾ 4ആണ്. അപ്പം ചെറിയ 2 വശങ്ങളൂടെ കൂട്ടിയപ്പോൾ 4 വന്നുള്ളൂ. അപ്പം എന്താ? 6നേക്കാൾ ചെറുതാണ്. അപ്പം നമുക്ക് എന്താ? ത്രികോണം വരയ്ക്കാൻ പറ്റത്തില്ല. ഇതറിയാമെങ്കിൽ നമുക്ക് ആ ചാപ്റ്റർ ഓക്കെയാണ്. നിങ്ങൾ ആ മറ്റേ ട്രയാങ്കിളിൻ്റെ ഭാഗമൊക്കെ നല്ലതുപോലെ നോക്കണം കേട്ടോ. അത് ഞാൻ നിങ്ങളോട് ഒരുപാട് തവണ പറഞ്ഞതാണ്. ഇനി ഞാനത് പറഞ്ഞത്രയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അത് നല്ലപോലെ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. 3 ചാപ്റ്ററിൻ്റെ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ഞാൻ കഴിഞ്ഞ ലിങ്കിലെയും ഇതിനകത്തിലെയൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ്. ചെയ്ത് പഠിക്കുക എന്നുള്ളത് കേട്ടോ. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യണേ നിങ്ങളെ. അതുപോലെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലായെന്നും പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു.